എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മൈൽസ് ആൻഡ് മൺസൂണിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം. ഞാൻ ഇപ്പം നിൽക്കുന്നത് വണ്ടിപ്പെരിയാറിലാണ്. നമ്മളപ്പോൾ ഇന്ന് പോകുന്നത് ഗവിയിലോട്ടാണ്. ഗവിയിലോട്ടുള്ള യാത്രയും അവിടെ പോയിട്ടുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ഈ കാണുന്നത് പെരിയാർ നദിയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നമ്മുടെ പെരിയാർ നദി. അത് വണ്ടിപ്പെരിയാർ ടൗണിലൂടെയാണ് ഒഴുകുന്നത്. മറ്റൊരു പ്രത്യേകത കൂടെ നമ്മുടെ വണ്ടിപ്പെരിയാറിനുണ്ട്. അതായത് പ്രസിദ്ധമായിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാം വരുന്നതും ഇവിടെ വണ്ടിപ്പെരിയാറിലാണ്. നമ്മുടെ യാത്ര, ഗവിയിലോട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് വണ്ടിപ്പെരിയാർ നിന്നാണ്. ഞാൻ ഇത്തവണ ഗവിയിലോട്ട് പോകുന്നത് ഹൈക്കർ ഇന്ത്യയുടെ കൂടെയാണ്. നമ്മൾ ഹൈക്കർ ഇന്ത്യയുടെ കൂടെ മുന്നൊരു യാത്ര നടത്തിയിരുന്നു മീശപ്പുലി മലയിലോട്ട്. അതിൻ്റെ വീഡിയോ ഞാനിവിടെ മുകളിൽ പിൻ ചെയ്ത് വെക്കാം. അത് കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം അതുകൂടി ഒന്ന് പോയി കാണുക. വളരെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പം രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഹൈക്കർ ഇന്ത്യയുടെ കൂടെ പോകുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് നല്ല ഹാപ്പി ആയിരുന്നു. അത്ര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എനിക്ക് അവിടെ കിട്ടിയതുകൊണ്ടാണ് ഞാൻ ഗവിയിലോട്ട് ഒരു യാത്ര ഹൈക്കർ ഇന്ത്യ ചെയ്യുന്നു എന്ന് കേട്ടപ്പം അത് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം. അപ്പം നമ്മുടെ പിക്കപ്പ് സ്പോട്ട് വരുന്നത് ഇവിടെ അടുത്തായിട്ട് ഒരു ചെറിയ ചർച്ച് ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ടാണ്. അപ്പം നമുക്ക് ഈ കാഴ്ചകൾ കണ്ടിട്ട് നേരെ അങ്ങോട്ട് പോവാം. അവിടുന്ന് നമുക്ക് നമ്മുടെ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നേരെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ബസ്സിലോട്ട് കയറാൻ പോകാം. ഇതാണ് നമുക്ക് ഗവിയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള വണ്ടി. ഫോറസ്റ്റിന്റെ ബസ്സാണ്. ഈ ഒരു ഫോറസ്റ്റിന്റെ വെഹിക്കിളിലാണ് നമ്മൾ ഗവിയിലോട്ട് പോകുന്നത്. ഗവിയിലോട്ട് പുറത്തുനിന്നുള്ള വാഹനങ്ങൾക്കൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. എല്ലാ വാഹനങ്ങളൊന്നും അങ്ങോട്ട് കടത്തിവിടൂലാണെന്ന് എൻ്റെ അറിവ്. എനിക്ക് കറക്റ്റ് അറിയില്ല. നമുക്ക് അവിടെ പോയിട്ട് അതൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഒരുപാട് പേര് ഇത് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്കും നേരെ ബസ്സിലോട്ട് കയറാം. അങ്ങനെ ഗവിയിലോട്ടുള്ള യാത്ര ഇത് അവിടെ ആരംഭിക്കുകയാണ്. മറ്റ് യാത്രകളെ പോലെ തന്നെ മനോഹരമായ കാഴ്ചകൾ എനിക്കും നിങ്ങൾക്കും കാണാൻ പറ്റട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ ഈ ബസ്സിലുള്ള പലരെ എനിക്കറിയില്ല. പലരെ എന്നല്ല, ആരെയും അറിയില്ല. ആകെ ഒരാളെ ഞാൻ ഇന്നലെ പരിചയപ്പെട്ടിരുന്നു, ശിവപ്രസാദ് പറഞ്ഞിട്ട്. പുള്ളി മഞ്ചേരിയാണ്. അപ്പം പുള്ളീനെ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പക്ഷേ ഈ ഒരു യാത്ര കഴിഞ്ഞ് പോകുന്ന സമയത്ത് എനിക്ക് ഉറപ്പാണ് ഇതിൽ പകുതി പേരെങ്കിലും നല്ല രീതിയിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവും, ഫ്രണ്ട്സ് ആയിട്ടുണ്ടാവും. അതെപ്പോഴും അങ്ങനെയാണ്. നമ്മളൊരു യാത്രയ്ക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു അനുഭവമല്ല നമ്മളത് കഴിഞ്ഞു വരുമ്പം. ഇപ്പം ആരെയും നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ മനോഹരമായ കുറേ കാഴ്ചകളൊക്കെ കണ്ട് കുറേ പേരെ പരിചയപ്പെട്ട് അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ആനിമലാണെന്ന് പറയും. നമുക്കെപ്പോഴും ആളുകളായിട്ട് മിങ്കിൾ ചെയ്യാനും സംസാരിക്കാനും അതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളതാണ്. ഇത്തരത്തിലുള്ള യാത്രകളില്ലേ, അത് നമ്മളെ വല്ലാത്ത രീതിയിൽ മനസ്സിനെ റിലാക്സ് ചെയ്യും. അപ്പം നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ ഗവിയിലോട്ടുള്ള യാത്ര അത് അവിടെ ആരംഭിക്കാം. ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂർ ദൂരം നമുക്കുണ്ട് ഗവിയിലോട്ട്. അത്ര ദൂരം കുറവാണ്, പക്ഷെ 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ അടുത്ത് എടുക്കും. കാരണം ചെറിയ റോഡാണ്. പിന്നെ എല്ലാ സമയത്തും വന്യജീവികളൊക്കെ കാണാവുന്ന റോഡാണ്. കാണാനും കാണാതിരിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ ഗവിയിലോട്ട് പോകുന്നത്. ഈ യാത്ര മുഴുവൻ മനോഹരമായിരിക്കും. കാരണം അത്ര പ്രകൃതിയോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ഗവി. നമ്മൾ സിനിമയിലൊക്കെ കണ്ട പോലെ അവിടെ ആൾതാമസമൊന്നും അത്രത്തോളം ഇല്ല എന്നാണ് ഞാൻ കേട്ടത്. നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്താണ് യഥാർത്ഥത്തിലുള്ള ഗവി എന്താണ് എന്ന്. ഈ 2 ദിവസം കൊണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കും. നിങ്ങൾ ഇപ്പം തന്നെ ഈ കാണുന്ന കാഴ്ചകൾ നോക്ക്. ഈ പച്ചപ്പ്, അതായത് മഴ പെയ്ത മൺസൂൺ കാലത്തെ പ്രകൃതിയുടെ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. വേറെ ഒരു ടൈമിലും നമുക്ക് ഈ ഒരു ഭംഗി കിട്ടില്ല. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഗവിയിലോട്ട് അങ്ങനെ പാട്ടൊക്കെ പാടി മെല്ലെ മെല്ലെ പോവാം. അങ്ങനെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പെരിയാർ ടൈഗർ റിസർവാണ്. അതായത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് 925 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിൽ വ്യാപിച്ച് കിടക്കുന്നതാണ് നമ്മുടെ ഈ ടൈഗർ റിസർവ്. ആ പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മുടെ ഗവി വരുന്നത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം കാടിൻ്റെ നടുവിലായിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഗവി എന്നുള്ളത്. ഇനി അങ്ങോട്ട് നമ്മൾ കാട്ടിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. കാടാണ്, കാടിനെ അറിഞ്ഞ് യാത്ര ചെയ്യണം എന്നാണ് നമ്മൾ പറയുക. അപ്പം കാട്ടിലൂടെ ഈ ഒരു യാത്ര തന്നെ മതി നമുക്ക് വ്യർത്ഥാവാൻ. ഈ ഒരു യാത്ര നിങ്ങൾക്ക് വേറെ എവിടെ പോയാലാണ് കിട്ടുക? ഇങ്ങനെ കൊച്ചു കൊച്ചു അരുവികളും വെള്ളച്ചാട്ടങ്ങളും മഴ പെയ്ത് മൺസൂണിൽ കുളിച്ച് കിടക്കുന്ന കോടമഞ്ഞ് നിറഞ്ഞ ഈ ഒരു എന്താ ഞാൻ പറയേണ്ടത്, ഈ റൂട്ടിലൂടെ ഒരു യാത്ര അതിനേക്കാളും മനോഹരമായിട്ട്
അതിനേക്കാളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഇത് മാത്രം മതി. അവിടെയുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾ മാറ്റിവെക്ക്. ഇവിടുന്ന് ഈ റോഡിലൂടെ, ഈ കാടിന് നടുവിലൂടെ ഈ മൺസൂൺ കാലത്ത് ചാറ്റൽ മഴയും കോടമഞ്ഞും ഈ പച്ചപ്പൊക്കെ കണ്ടുള്ള ഈ യാത്ര മാത്രം മതി നമ്മുടെ മനസ്സ് നിറയാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ വീണ്ടും ഗവിയിലോട്ടുള്ള യാത്ര നമ്മളിങ്ങനെ തുടരുകയാണ്. നമ്മുടെ കേരളത്തിൽ വന്യജീവികളുടെയും ജൈവ വൈവിധ്യത്തിൻ്റെ ഒക്കെ സംരക്ഷണത്തിൻ്റെ ആദ്യത്തെ ഔദ്യോഗിക നടപടിയാണ് നിങ്ങൾ ഈ കാണുന്ന പെരിയാർ ടൈഗർ റിസർവ്. അതെന്താണെന്നറിയോ നിങ്ങൾക്ക്? അതായത് 1934 തിരുവിതാംകൂർ രാജാവായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ഈ പത്തനംതിട്ടയുടെ പ്രദേശങ്ങളിലൊക്കെ തേയിലത്തോട്ടങ്ങളുടെ കയ്യേറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് പെരിയാറിൻ്റെ, അതായത് പെരിയാർ തടാകത്തിന് ചുറ്റുമുള്ള വനങ്ങളെ ഒക്കെ ചേർത്തിട്ട് ഒരു സ്വകാര്യ റിസർവായിട്ട് പ്രഖ്യാപിച്ചു. അതിൻ്റെ പേരായിരുന്നു നെല്ലിക്കാംപെട്ടി റിസർവ് എന്ന്. പിന്നീട് ഇന്ത്യ നമ്മുടെ നാട്ടുരാജ്യങ്ങളൊക്കെ മാറി നമ്മുടെ രാജ്യം രൂപപ്പെട്ട ശേഷം 1950 ഇതൊരു വന്യജീവി സങ്കേതമായിട്ട് സംയോജിച്ചു. കേന്ദ്ര സർക്കാർ പിന്നീട് 1972 പ്രൊജക്റ്റ് ടൈഗറിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശം ഉൾപ്പെടുത്തി. പിന്നെ ഇപ്പം നമ്മൾ ഈ കേൾക്കുന്ന പെരിയാർ ടൈഗർ റിസർവ് എന്നുള്ള പേര് ഈ പ്രദേശത്തിന് കിട്ടിയത് 1978 മുതലാണ്. അതിന് മുന്നേ ഇത് അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു നെല്ലിക്കാംപെട്ടി റിസർവ്. അങ്ങനെ ഒരു ചരിത്രം കൂടെ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന പെരിയാർ ടൈഗർ റിസർവിനുണ്ട്. അതുപോലെ ഈ ഒരു പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ ഏകദേശം 50 കടുവകളെങ്കിലും ഉണ്ട് എന്നാണ് വനം വകുപ്പിൻ്റെ കണക്ക്. നല്ല കട്ടി കൂടിയ വനമായതുകൊണ്ട് ഇതിനകത്തുള്ള കടുവകളെ നേരിട്ട് എണ്ണിയിട്ടൊരു കണക്കെടുപ്പ് ഇതുവരെ നടന്നിട്ടില്ല. പക്ഷേ പാദത്തിൻ്റെ മുദ്രകളും അതുപോലെ നഖമൊരച്ച പാടുകളും വിസർജ്യവും ഒക്കെ വെച്ചിട്ട് വനം വകുപ്പ് എത്തിയ നിഗമനത്തിൽ 50ഓളം കടുവകൾ ഈ ഒരു പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ ഇപ്പോഴുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ശബരിമലയും പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 2000-ലധികം വർഷം പഴക്കമുള്ള മംഗളാദേവി ക്ഷേത്രം വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്നൊരു ക്ഷേത്രമാണ്. എനിക്ക് അവിടെ പോകണമെന്നുണ്ടായിരുന്നു, ഇത്തവണ പോകാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ആ ഒരു ക്ഷേത്രത്തെ പറ്റി അറിയില്ലെങ്കിൽ ഒന്ന് അതിനെപ്പറ്റി പഠിക്കുന്നത് നല്ലതാണ്. അവിടെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുറക്കുള്ളൂ. വളരെ അപൂർവമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു അവസരമായിരിക്കും അവിടെ പോകാന്നുള്ളത്. അത്രത്തോളം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ഒരു മംഗളാദേവി ക്ഷേത്രവും ഈ ഒരു പെരിയാർ ടൈഗർ റിസർവിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അങ്ങനെ തീർത്ഥാടനപരമായിട്ടും ഈ ഒരു പെരിയാർ ടൈഗർ റിസർവിന് പ്രാധാന്യം കാണുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്ന ഗവിനെ പറ്റി പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3400 അടി ഉയരത്തിലാണ് നമ്മുടെ ഈ ഗവി സ്ഥിതി ചെയ്യുന്നത്. ഗവിയുടെ ഒരു പ്രത്യേകത, വേനൽക്കാലത്ത് പോലും വൈകുന്നേരമൊക്കെ ആവുന്ന സമയത്ത് 10 ഡിഗ്രിയിലേക്ക് നമ്മുടെ ചൂട് താഴും. അത്രമാത്രം സുഖകരമായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വേനൽക്കാലങ്ങളിൽ. പക്ഷേ തണുപ്പ് കാലത്ത് അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, വേനൽക്കാലത്ത് 10 ഡിഗ്രിയാണ് തണുപ്പെത്തുന്നതെങ്കിൽ വേനൽക്കാലത്തിൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതുപോലെ നമ്മുടെ ഗവിയുടെ മറ്റൊരു പ്രത്യേകത, ഇവിടെ പുൽമേടുകൾ നിറഞ്ഞ മൊട്ടക്കുന്നുകൾ ഒരുപാട് കാണാൻ പറ്റും. അങ്ങനെ ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശബരിമലയുടെ ഒരു വിദൂര ദൃശ്യം കിട്ടുമെന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മളപ്പോൾ അവിടെയും പോകുന്നുണ്ട്. അപ്പം നമുക്ക് അവിടുന്ന് മറ്റ് മറവുകൾ, അതായത് കോടയൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ ശബരിമല കൂടെ ഈ ഒരു ഗവിയിൽ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഗവിക്കുണ്ട്. പിന്നെ നമ്മൾ വേറെ എവിടെയും കാണാത്ത അപൂർവമായിട്ടുള്ള പുഷ്പങ്ങൾ, മരങ്ങൾ, പിന്നെ മലമുഴക്കി വേഴാമ്പൽ, മരംകൊത്തികൾ, അതായത് നമ്മുടെ നാട്ടിൽ കാണുന്നതല്ല, കാട്ടിൽ, അതായത് നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത ടൈപ്പ് മരംകൊത്തികൾ, പിന്നെ കടുവ, ആന, പുലി, കരടി, സിംഹവാലൻ കുരങ്ങ്, അങ്ങനെ ഒരുപാട് മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ, അതായത് അപൂർവമായിട്ടുള്ള മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു പ്രദേശമാണ് ഈ ഗവി. അത് തന്നെയാണ് ഈ ഗവിയുടെ ഒരു പ്രത്യേകത. ഇവിടെ വനം വകുപ്പാണ്
ഇവിടെയുള്ള വിനോദസഞ്ചാര മേഖല, അതായത് വിനോദസഞ്ചാരത്തിന് എത്തുന്ന ആളുകളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അവർക്ക് എല്ലാ ഡീറ്റെയിൽസും വിവരിച്ചു കൊടുക്കുന്നതും ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് വനം വകുപ്പാണ്. അങ്ങനെതാ സമയം ഇപ്പോൾ 2:15 നമ്മൾ ഏറെക്കുറെ ഗവിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഇനി കുറച്ച് ദൂരം കൂടി മാത്രമേ ഗവിയിലുള്ളൂ. അപ്പോൾ ഗവിയായിട്ട് ബന്ധപ്പെട്ട കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഗവിയിൽ എത്തിയിട്ട് കൂടുതലായിട്ട് പറഞ്ഞുതരാം ഓരോ ഘട്ടമായിട്ട്. കാരണം അത്രമാത്രം ഗവീനെ പറ്റി നമുക്ക് പറയാനുണ്ട്. ഈ കാണുന്നത് ഗവി ഡാമാണ്. നമ്മൾ ഈ ഗവി ഡാം കടന്നിട്ടാണ് ഗവിയിലോട്ട് എത്തുന്നത്. ഈ ഒരു മൺസൂൺ കാലത്ത് നല്ല മഴയൊക്കെ കിട്ടിയിട്ട് നമ്മുടെ ഗവി ഡാമൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കിടക്കുകയാണ്. നമുക്ക് ഈ ഡാമിലൂടെയൊക്കെ പോകാനുണ്ട്. ഡാമിലൂടെയുള്ള യാത്ര, ഫോറസ്റ്റിൻ്റെ അകത്തൂടെയുള്ള ട്രക്കിങ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ ഗവിയിൽ ചെയ്യാനുണ്ട്. നമ്മൾ ജസ്റ്റ് ഇവിടെ എത്തിയിട്ട് ഇനി ഓരോന്നും ഇവിടെ കണ്ടോ, നിങ്ങൾ ഐ ലവ് ഗവി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇവിടെ ഇറങ്ങണം. ഇവിടെ ഇറങ്ങിയിട്ട് ആദ്യം നമുക്ക് ഒന്ന് ഫ്രഷ് ആവാനൊക്കെ ഉണ്ട്. ആ കാര്യങ്ങളിലൊക്കെ നമുക്ക് കടക്കാം. ഞാനിവിടെ ഇറങ്ങിയ ഉടനെ ഈ ഡാമിൻ്റെ ഒരു ഭംഗി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഓടി വന്നതാണ്. ഇപ്പം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇനിയുള്ള കാര്യങ്ങളൊക്കെ മഴ ബാധിക്കുമെന്ന് അറിയില്ല. അവിടെ കൗണ്ടറിൽ രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. ഇവിടെ വരുമ്പോൾ ചെറിയ മഴ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു കേട്ടോ. ഒട്ടും മഴയില്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. പക്ഷേ ഈ മഴ കുറച്ച് കൂടുതലാണ്. നമ്മുടെ പ്രോഗ്രാമിനൊക്കെ ഇത് ബാധിക്കും. ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടല്ലോ. ആ സാറ് ഫോറസ്റ്റിലെ ഉദ്യോഗസ്ഥനാണ്. ഇവിടെ ഗവിയിലുള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ പ്രോഗ്രാമിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത്, നല്ല മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ എന്തൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടി വരും, അതിലെന്തൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, സ്കിപ്പ് ചെയ്താൽ പകരം നമുക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് തരാൻ പറ്റും, ആ കാര്യങ്ങളൊക്കെയാണ് പുള്ളി പറഞ്ഞത്. പിന്നെ ഇവിടുത്തെ ഓരോ ഡീറ്റെയിൽസും, അതായത് നമ്മുടെ റൂംസ് എവിടെയാണ് വരുന്നത്, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നാണ് പുള്ളി പറഞ്ഞു തന്നത്. അങ്ങനെ അവിടുന്ന് നേരെ വന്നത് റൂമിലോട്ടാണ്. റൂമെന്ന് വെച്ചാൽ ഞാൻ ഒട്ടും ഇത് പ്രതീക്ഷിച്ചില്ല. ഗവിയിൽ ഒരു കാടിൻ്റെ നടുക്കുള്ള പ്രദേശം എന്നുള്ള രീതിയിൽ ഇത്ര മനോഹരമായ, ഇത്ര വൃത്തിയുള്ള റൂമായിരിക്കും പ്രതീക്ഷിച്ചില്ല. 2 പേരാണ് ഒരു റൂമിൽ വരുന്നത്. ഇവിടെ ചൂടുവെള്ളം വെക്കാനുള്ള ഫ്ലാസ്ക്, ചായ ഉണ്ടാക്കാനുള്ള കെറ്റില്, ടീ ബാഗ്, കോഫി പൗഡർ, പിന്നെ ഷുഗർ ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല മഴയാണ്. നമ്മൾ നേരെ പോകുന്നത് ബോട്ടിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാൽ വെള്ളച്ചാട്ടം ഇങ്ങോട്ട് പോകാനുണ്ട്. നല്ല മഴയിലേക്ക് സെറ്റപ്പ് ആയിട്ടാണ് പോകുന്നത്. നമുക്കിനി നേരെ അങ്ങോട്ട് പോകാം. അങ്ങനത്തെ റൂമിൽ നിന്ന് ഫ്രഷ് ആയ ശേഷം നേരെ വന്നത് ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ്. വൈകുന്നേരം ചായ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ടീ ബാഗ് ഉണ്ട്, കോഫി പൗഡർ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കടി വടയോ മറ്റോ ആണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പാലും ചൂടാക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വിസ്തരിച്ചൊരു ചായ കുടിക്കാം. എല്ലാ മഴയും കാറ്റും ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ബോട്ടിങ് നാളത്തോട്ട് മാറ്റിയിട്ട് പകരം ഇന്ന് നമുക്കൊരു ചെറിയ ട്രക്കിംഗ് ആണ്. അത് അവർ സെറ്റ് ചെയ്ത് തരാമെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്തി. ആദ്യം നമ്മളൊരു ട്രക്കിങ്ങിനാണ് പോകുന്നത്. നോർമലി ഇവിടെ ഗവിയിൽ വരുന്നവർക്ക് ഇല്ലാത്തൊരു ട്രക്കിംഗ് ആണ്. കാരണം ഗവിയുടെ തൊട്ടടുത്തായിട്ടൊരു സ്പോട്ട് ഉണ്ട്, കൊച്ചുപമ്പ എന്ന് പറഞ്ഞിട്ട്. അതും ഗവി പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് വേറെ പാക്കേജൊക്കെ എടുത്തിട്ട് പോകേണ്ട സ്ഥലമാണ്. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് ഒരു ട്രക്കിങ് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അഥവാ നാളെ ബോട്ടിങ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടമായി പോകുമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. പിന്നെ ചെറിയൊരു ഇതെനിക്ക് പറ്റി. കാരണം ഞാൻ ചായ വന്നപ്പം ചായയും കടിയും വന്നിരുന്നു. പെട്ടെന്ന് ഞാനത് ചായ കുടിച്ചപ്പോൾ എനിക്കത് നിങ്ങളെ കാണിക്കാൻ വിട്ടുപോയി. വടയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഗവി എന്നുള്ള പേരിൻ്റെ അർത്ഥം വാക്ക് എന്നാണ് കേട്ടോ. വാക്ക് എന്നാണ് ഗവി എന്നുള്ള ഈ ഒരു പേരിൻ്റെ അർത്ഥം വരുന്നത്. നിങ്ങൾക്കറിയോ ഈ ഒരു ഗവിയുടെ ചരിത്രം? ഗ്രോമോർ ഫുഡ് പദ്ധതി പ്രകാരം ഇവിടെ ഒരുപാട് ഏലകൃഷി നടന്നിരുന്നു. അങ്ങനെ ഏലകൃഷി നടന്ന സമയത്ത് ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇവിടെയുള്ള ഏലക്കാടുകളൊക്കെ ഏറ്റെടുത്തു. അങ്ങനെ ആ കാലത്ത്, അതായത് 80കളിലൊക്കെ ശ്രീലങ്കയിൽ നിന്ന് കുടിയിറക്കപ്പെട്ട തമിഴ് വംശജരുടെ കയ്യിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ഏലത്തോട്ടങ്ങൾ കൂടുതലും. അവർ തന്നെയായിരുന്നു ഇവിടെ ഫാക്ടറിയിലെ കൂടുതൽ ജോലിക്കാരും. ഗവി ശരിക്കും അവരുടെ നാടാണെന്ന് നമുക്ക് പറയാം. കാരണം ഇവിടുന്ന് ശ്രീലങ്കയിൽ നിന്ന് വന്ന തമിഴ് വംശജരായിരുന്നു ഇവിടെ ഗവിയിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ശ്രീലങ്കൻ വംശജർ ഈ തമിഴരുടെ സംരക്ഷണത്തിൽ കേരള വനം വികസന കോർപ്പറേഷൻ്റെ നിയന്ത്രണത്തിൽ വിനോദസഞ്ചാരം ഇവിടെ അനുവദിച്ചിരുന്നു ആ കാലം മുതൽ തന്നെ. പിന്നീട് ഇവിടെ ഏലകൃഷി വലിയ പ്രതിസന്ധി നേരിട്ട സമയത്ത് തൊഴിലാളികൾക്ക് തുടർച്ചയായിട്ട് 3, 4, 5 മാസമൊക്കെ ശമ്പളം ലഭിക്കാതെയായി. അങ്ങനെയാണ് വിനോദസഞ്ചാര രംഗത്തേക്ക് ഈ ഒരു ഗവീനെ കൂടുതൽ കൊണ്ടുവന്നത്. ഇന്ന് ഗവിയുടെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് വിനോദസഞ്ചാരത്തിൽ നിന്ന് കിട്ടുന്നതാണ്. അപ്പോൾ ഇന്ന് ഗവി കേരളത്തിലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ കൂടിയാണ്. ഇനി നിങ്ങൾക്ക് എങ്ങനെ ഗവിയിൽ എത്താമെന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്വന്തം വാഹനത്തിലാണ് വരുന്നതെങ്കിൽ അതിന് ചെക്ക് പോസ്റ്റിൽ നിന്ന് പാസ് എടുത്തിട്ട് ഇങ്ങോട്ട് വരണം.
അല്ലെങ്കിൽ നിങ്ങൾ ബസ്സിനൊക്കെയാണ് വരുന്നതെങ്കിൽ നമ്മുടെ കൊല്ലം മധുര ദേശീയപാതയിൽ അതായത് NH 220 വണ്ടിപ്പെരിയാറിന്ന് നമുക്ക് ഗവിയിലോട്ട് വരാൻ വേണ്ടി പറ്റും. ആ റൂട്ടാണ് നമുക്ക് ഗവിയിൽ എത്താൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടയത്തുനിന്നും എറണാകുളത്തുനിന്നും ഒക്കെ നിങ്ങൾക്ക് കുമളിയിലേക്കോ അല്ലെങ്കിൽ വണ്ടിപ്പെരിയാറിലേക്കോ ബസ് കിട്ടും. അങ്ങനെ വണ്ടിപ്പെരിയാറിൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടിപ്പെരിയാറിന്ന് കണ്ണിമാർ എസ്റ്റേറ്റിലൂടെ വേണം നമുക്ക് ഈ ഗവിയിലോട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി നിങ്ങൾ ട്രെയിനാണ് വരുന്നതെങ്കിൽ ഇവിടെ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തേനിയാണ്. അതായത് ഗവിയിൽ നിന്ന് 70 കിലോമീറ്റർ ദൂരത്തിലാണ് തേനി വരുന്നത്. പിന്നെ അടുത്ത് വരുന്ന റെയിൽവേ സ്റ്റേഷൻ കോട്ടയാണ്. ഗവിയിൽ നിന്ന് 120 കിലോമീറ്റർ ആണ് കോട്ടയത്തോട്ട് വരുന്നത്. പിന്നെ ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് നോക്കുവാണെങ്കിൽ കൊച്ചിയാണ്. നമുക്ക് നല്ല മഴ കിട്ടി, അതുകൊണ്ട് അവിടെ ഇന്ന് ബോട്ടിങ് നല്ല പാടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഇവിടെ കൊച്ചുപമ്പയിലോട്ടാണ്. അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്, പിന്നെ ചെറിയൊരു ട്രക്കിങ്ങും. നമുക്ക് അത് കണ്ടിട്ട് വരാം. നാളെ നമുക്കവിടെ നല്ല കാലാവസ്ഥയാണെങ്കിൽ ബോട്ടിംഗ് ഒക്കെ സെറ്റ് ആക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഇവിടുത്തെ മുഴുവൻ അട്ട കയറാൻ നല്ല സാധ്യതയുള്ള സ്ഥലമാണ്. ഇതുവഴി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. നമ്മളെ കൂടെയുള്ളവരൊക്കെ ഇതാ അങ്ങോട്ട് നടന്ന് ആ ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട്. നല്ല മഴയാണ്. നമ്മളിതാ ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറാൻ പോവാം. ഇതുകൊണ്ട് ഇവിടെയൊക്കെ മരം വീണിട്ട് ഇതൊക്കെ മറികടന്ന് വേണം അങ്ങോട്ട് പോകാൻ. കാണുന്നതേ പമ്പ ഡാമാണ് കേട്ടോ. അത് ഏകദേശം വെള്ളം ഫുള്ളായിട്ട് കിടക്കാണ്. ഈ ഒരു മരത്തിന്റെ പാലത്തിലൂടെ ഒക്കെയാണ് നടന്നിങ്ങോട്ട് വരേണ്ടത്. എന്താ മനസ്സിലാവും. അതിന്റെ വഴിയൊക്കെ അടിപൊളിയല്ലേ. ഈ വഴി വന്ന് നമ്മളിങ്ങോട്ട് ഈ പാലം കടന്നത്. ഇനിയിപ്പോൾ ഈ ഒരു വഴി വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മളെ മരത്തിൻ്റെ പാലമൊക്കെ കടന്നു വന്നിട്ട് ഇപ്പം വീണ്ടും കാടിൻ്റെ അകത്തോട്ട് കയറി. നമ്മൾ കൂടെയുള്ളവരൊക്കെ കുറച്ച് മുന്നോട്ടെത്തി, നമ്മൾ കുറച്ച് ബാക്കിലായിപ്പോയി. അങ്ങനെ അവിടെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ട് കാട്ടിലൂടെയുള്ള വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്കപ്പോൾ അവിടെ ബോട്ടിങ് നാളത്തോട്ട് മാറ്റിയത് കൊണ്ട് നമുക്ക് ഇന്ന് ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ നമ്മളവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തോട്ട് എത്തിയെന്ന് തോന്നുന്നുണ്ട്. കാരണം ആ സൗണ്ട് നമുക്ക് ഇവിടെ കേൾക്കാൻ പറ്റുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ. അപ്പോൾ ഇതാണ് ഇവിടെ കൊച്ചുപമ്പയിലുള്ള വെള്ളച്ചാട്ടം. ഇനി അങ്ങോട്ട് എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ കാണാനേ ഉള്ളൂ. കാരണം വെള്ളച്ചാട്ടത്തിൻ്റെ മുന്നിലൊക്കെ വന്നു നിന്നിട്ട് ഞാൻ എന്ത് പറയാനാ. നിങ്ങൾ ഇതിൻ്റെ ഭംഗി കാണ് ഇവിടെ നിന്ന്. അപ്പം ഇവിടെ വരാൻ തോന്നുന്നവർക്ക് ഹൈക്കർ ഇന്ത്യനെ ബന്ധപ്പെട്ടാൽ മതി. ഇത്തരത്തിൽ മനോഹരമായൊരു യാത്ര, ഒരു അനുഭവം അവർ സെറ്റ് ചെയ്ത് തരും. നിങ്ങളിതൊക്കെ ഒന്ന് കാണ്. അപ്പോൾ കുറേ പേരൊക്കെ അവിടെ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേര് കുളിക്കാൻ മടിയായിട്ട് നിന്ന സമയത്ത് നമ്മുടെ കൂടെ വന്ന ഫോറസ്റ്റിലെ സാറ് പറഞ്ഞു,
എന്നാൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി കുളിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെറിയൊരു ട്രക്കിംഗ് സെറ്റ് ചെയ്യാം. അവർ കുളിച്ച് അവിടെ എത്തുന്ന സമയം കൊണ്ട് നമുക്ക് ചുറ്റി വളഞ്ഞ് കാട്ടിലൂടെ നടന്ന് നമ്മുടെ ബസ് നിർത്തി അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും റെഡിയായി. കാരണം ഒരു അവസരം കിട്ടിയതാണല്ലോ. പിന്നെ അട്ടയുടെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് കൂടുതലായിട്ട്. അങ്ങനെ അവിടുന്ന് ഗാർഡിനൊക്കെ കൂട്ടി നമ്മുടെ സാറ് മുന്നിൽ നടക്കുന്നുണ്ട്. ഞങ്ങൾ പുറകിലായിട്ട് ഒരു ചെറിയ ട്രക്കിങ്ങിന് ഒരു 1/4 മണിക്കൂർ നേരത്തേക്ക് നമുക്ക് ഈ കാട്ടിലൂടെ ഒന്ന് നടക്കാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ കൂടെ ഞങ്ങൾ വന്നതാണ്. ഇതാണ് നമുക്ക് പോകേണ്ട വഴി. ഇവിടെയൊക്കെ ഇപ്പോൾ സമയം ഏകദേശം ഇരുടായി വരുന്നുണ്ട്. എന്നാലും ഈ കാടിൻ്റെ അകത്ത് ഇരുട്ട് കുറച്ച് കൂടുതലാണ്. ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ഒരു കാടിൻ്റെ ഉള്ളിലായിട്ട് ഒരു ഏറുമാടാണത്. ഇരുട്ടിൻ്റെ കാടിന് അങ്ങനെ കൂടി വരുന്നുണ്ട് നമ്മൾ നടക്കും തോറും. പിന്നെ അട്ടകൾ ഒരു രക്ഷയില്ല, ഒരുപാടുണ്ട്. എല്ലാവരും അട്ട കടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ 1 മണിക്കൂറായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് ഈ ചെറിയൊരു പുഴ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ ചെറിയൊരു ചങ്ങാടമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചങ്ങാടത്തിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറ് വലിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഇനി അതൊരു എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെയുള്ള ചങ്ങാടത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത്. അങ്ങനെ ആദ്യത്തെ ബേച്ച് കയറിയിട്ട് അവർ അക്കരയ്ക്ക് പോവുകയാണ്. ഇതിൻ്റെ അപ്പുറം ഇപ്പുറം കയറ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ കയറിയിട്ട് അങ്ങോട്ട് കയറ് പിടിച്ച് പോകണം. പിന്നെ പുഴയിൽ ഒഴുക്കുണ്ട്. അപ്പം അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവരവിടെ എത്തിയിട്ടുണ്ട്. ഇനി ആ ചങ്ങാടം നമ്മൾ ഇങ്ങോട്ട് വലിച്ച് നമ്മുടെ സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് കയറാൻ. പിന്നെ വെയിറ്റ് ബാലൻസ് ചെയ്യണം. കറക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കാനൊന്നും പറ്റില്ല. അതിൻ്റെ മുകളിൽ നിന്ന് അപ്പം മറിഞ്ഞു പോകും. വെയിറ്റൊക്കെ ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ കയറിയിട്ട് പോവുക. അങ്ങനെ ഞങ്ങളും ചങ്ങാടത്ത് കയറി ഇങ്ങോട്ടെത്തി. എനിക്ക് ചങ്ങാടത്തുനിന്ന് വീഡിയോ എടുക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. വല്ലാണ്ട് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് ഒഴിവാക്കി. ഇപ്പം ഈ ലൈനിലൊക്കെ ഇപ്പോൾ കറണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ശ്രദ്ധിക്കണം എന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇതിൽ തൊടാതെ വേണം പോകാൻ. വൈകുന്നേരം ആവുന്ന സമയത്ത്, അതായത് സന്ധ്യ ആവുന്ന സമയത്ത് ഇതിലെ കറണ്ട് ഓൺ ആക്കി വെക്കും, ആനകളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിലൊന്നും ടച്ച് ചെയ്യാതെ പോകണം എന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. പുള്ളിയാണ് ഞങ്ങളുടെ ഗാർഡാണ്. പുള്ളിയാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളവിടെ കൊച്ചുബൊമ്പയിൽ നിന്ന് തിരിച്ചൊക്കെ എത്തി. ഇനിയിപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പോൾ സമയം 8:10, 8:15 വരെയാണ് ഇവിടെ ഭക്ഷണം ഉള്ളത്. അപ്പം നമുക്ക് നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കാം. രാത്രിയിലെ ഭക്ഷണത്തിന് നമുക്കിവിടെ ചപ്പാത്തി ഉണ്ട്, അതുപോലെ തന്നെ വെജ് പുലാവ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കടലക്കറിയാണ്. അതുപോലെ തന്നെ നമുക്ക് പരിപ്പ് കറി ഉണ്ട് ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ചിക്കൻ കറി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് ഒരു സലാഡും നാരങ്ങയുടെ അച്ചാറും ഉണ്ട്. പിന്നെ എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു പഴം കൂടെ ഉണ്ട്. നല്ല 5 സ്റ്റാർ ഡിന്നർ അല്ലേ ഇവർ സെറ്റ് ചെയ്തത്. ഒരു കാടിൻ്റെ നടുവിലാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു ഭക്ഷണം കാണുന്ന സമയത്ത്. അങ്ങനെ വന്നവർ ഇവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 8:30 വരെ നമുക്ക് രാത്രി ഈ ഒരു ഭക്ഷണം അവർ സെറ്റ് ചെയ്ത് വെക്കും. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വന്ന് കഴിക്കാൻ പറ്റും. ഞാൻ ഈ ഒരു ഗവിയുടെ വീഡിയോ ഒറ്റ എപ്പിസോഡായിട്ട് ഇടാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷെ ഒരുപാട് കാഴ്ചകൾ മൊത്തത്തിൽ വന്നതുകൊണ്ട് എനിക്ക് മുഴുവനായിട്ട് ഒറ്റ വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ വല്ലാതെ ലെങ്തായി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഈ ഒരു പാർട്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് പറയണം. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. ഇപ്പോൾ ഗവിയുടെ അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾ അതുകൂടെ എന്തായാലും കാണണം. എല്ലാവരും സേഫാണെന്ന് വിശ്വസിച്ചുകൊണ്ട് സ്നേഹത്തോടെ എല്ലാവർക്കും ബൈ ബൈ.